നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ടായിരുന്നു സമ്മുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമ്മിൻ്റെ 2 ടൈപ്പ് ഫോർമുലകളാണ് പഠിച്ചത്. ഒന്ന്, സം ടു ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ n ടേംസിന്റെ സമ്മിന്റെ ഫോർമുല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ കുറെ പേര് കേട്ടോ. ഫസ്റ്റ് n ടേംസ്, ഫസ്റ്റ് ആണ് ഡേ എന്നുള്ളതല്ല പറയുന്നത്, ഫസ്റ്റ് n ടേംസ്. അതിന്റെ ഫോർമുല എന്തായിരുന്നു? Sn is equal to half into d into n into n plus 1 plus bn. ക്ലിയർ? ഫസ്റ്റ് n ടേംസ്. അങ്ങനെയുള്ള ഒരു സീക്വൻസിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഹാവ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും. ദാറ്റ് ഈസ് എ ഗിവൺ സീക്വൻസ് ഇസ് we have a first term common difference, last term is not given. In such a situation we can use that formula, half d into n into n plus 1 plus bn, first n times. For first formula, a sequence is given in which last term is not given, only d and n number of terms given. But you have another formula, Sn is equal to n by 2 into f plus xn. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യാം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ലാസ്റ്റ് ടേം ആൻഡ് ഫസ്റ്റ് ടേംസ് ആർ ഗിവൺ. ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേം തന്നാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോഴാണ് ഇത് ഉപയോഗിക്കുക, ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും. ഇപ്പൊ കൺഫ്യൂഷൻ ചിലർ പറഞ്ഞു കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയാൻ കാരണം കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി. ഇത് ആദ്യത്തെ ഫസ്റ്റ് n ടേംസ് ആണ്. ഇത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തരുമ്പോ അതുപോലെ എന്നും തന്നാൽ ഉപയോഗിക്കാനാണ് ഈ ഫോർമുല. ഓരോ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു പ്രോബ്ലത്തിൽ ആദ്യത്തെ 6 പ്രോബ്ലംസ് ഒരു കോമൺ ആണത്. 6 എണ്ണം വലിയ ബുദ്ധിമുട്ടില്ല, പിന്നെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നിങ്ങൾ പറഞ്ഞതിൻ്റെ അല്ല മനസ്സിലാക്കിയതിൻ്റെ ഒരു പ്രശ്നമാണ്. വാട്ട് ഈസ് ദ 7th പ്രോബ്ലം? എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ sum of first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14 etc. 7th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 7ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസിന്റെ ഫോർമുല എന്തായിരിക്കും? ഫസ്റ്റ് 20 n 20 ആണ്. എന്താണ് ഫോർമുല? ഹാഫ് ഇൻറ്റു ഡി എത്ര വരും ഇതില്? 10 - 6 4. n 20 അല്ലേ? 20 ഇൻറ്റു n പ്ലസ് എന്ന് പറയുമ്പോൾ 21 പ്ലസ് bn. bn എന്ന് പറയാ f മൈനസ് d, f 6 6 - 4 എത്രയാ? 2 ഇൻറ്റു n എത്രയാണ്? 20. ക്ലിയർ? That is sum of first 20 terms, S20. That is 2. 2 into 2, 4, 2 into 20, 40. 40 into 21. 840. 40 into 21. Plus 2 into 20, 40. That is 880. This is the sum of first 20 terms. First 20 terms. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് 20 ടേംസിന്റെയും ഈ ഫസ്റ്റ് 20 ടേംസിന്റെയും സമ്മ പറയണത്. ഇവിടെ ശ്രദ്ധിക്കണം, നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറയുമ്പോൾ ഇതിൽ 20 എണ്ണം കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള 20 എണ്ണമാണ്. അത് നമ്മൾ ഈ ഫോർമുലയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല അത് ബുദ്ധിമുട്ടല്ല. ഇടയിലത്തെ ഒരു ടേം കണ്ടെത്തി ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഡിഫറൻസിലെ നെക്സ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കാനായിട്ട് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കണം ഒരു സീക്വൻസിൽ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം 20 ഉണ്ട്, പിന്നെ ഒരു 20 കൂടി വരും. അപ്പൊ എത്ര മൊത്തം? 40 ടേം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ആദ്യത്തെ 40 ടേംസിന്റെ സമ്മ, അതാണ് S40 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആദ്യത്തെ 20 ടേംസിന്റെ സമ്മ കുറച്ചാൽ മതി. S40 മൈനസ് S20. കാരണം ആദ്യത്തെ 20 ടേംസിന്റെ സമ്മ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 880. പിന്നത്തെ 20 ടേം എന്ന് പറയുമ്പോ, പിന്നത്തെ 20 ടേംസ് എന്ന് പറയുമ്പോ മൊത്തം 40 ടേമാണ്. 40 ടേമിൽ നിന്ന് സമ്മിൽ നിന്ന് ആദ്യത്തെ 20 ടേമിന്റെ സമ്മ കുറയ്ക്കുക. എങ്കിലാണ് നമുക്ക് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് കിട്ടുക. അപ്പൊ ഒരു സീക്വൻസിലെ ഇടയിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഏതാണ്? S40 കണ്ടുപിടിക്കണം. S40 നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ഡി 4 എന്ന് പറയുന്നത് 40 ആണ്. 40 ഇൻറ്റു 41 പ്ലസ് 2 ഇൻറ്റു 40. ക്ലിയർ? ഓക്കെ, ആദ്യം 40 ടൈംസിന്റെ സമ്മ 3360. ക്ലിയർ? 3360 ഇത് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഹൗ വിൽ യു ഫൈൻഡ് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ്? സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് ഇസ് ഈക്വൽ ടു സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ്. സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് എന്ന S40 പറഞ്ഞ 3360 മൈനസ് S20 കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ 880. Therefore 0 2480. 2400 സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ്. ഇതാണ് 2480. ഈ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 20 നെക്സ്റ്റ് 20 ടേംസിന്റെ ഡിഫറൻസ് ആണ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമ്മുടെ ഡിഫറൻസ് മീൻസ് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് മൈനസ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. നമ്മുടെ അടുത്ത 20 ടേംസിന്റെ സമ്മും ആദ്യത്തെ 20 ടേംസ് സമ്മും നമ്മൾ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2480 മൈനസ് 880 ഈക്വൽ ടു 1600. ദിസ് ഇസ് ആൻസർ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇടയിൽ നിന്നാണ്. അപ്പൊ നമ്മളത് സാധാരണ പോലെ ചെയ്യാൻ ശ്രമിക്കരുത്. വേണ്ടതിലാണ്. കാരണം നമുക്ക് മൊത്തം 40 ടൈംസിന്റെ സമയം ആദ്യത്തെ 20 ടൈം കുറച്ച് കിട്ടുന്നതാണ് നെക്സ്റ്റ്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഇനി എട്ടാമതൊരു കണക്ക് സംശയം ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദ അഡ്വരി സീക്വൻസ്. ഈ അഡ്വരി സീക്വൻസിലെ ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു. എന്നിട്ട് ഡു ദ ഫോം എൻ അഡ്വരി സീക്വൻസ്. ആ ഹോൾ നമ്പേഴ്സ് അഡ്വരി സീക്വൻസ് ആയിട്ട് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് ഈ ഹോൾ നമ്പേഴ്സ് മനസ്സിലായില്ല. ഏതൊക്കെയാണ് നമ്മുടെ ഹോൾ നമ്പേഴ്സ്? ഹോൾ നമ്പേഴ്സ് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ വരുന്ന നമ്പറുകളാണ് എന്ത് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ സീക്വൻസിൽ എവിടെയെങ്കിലും ഹോൾ നമ്പേഴ്സുകൾ വരൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. 11/8, 14/8, 17/8, പിന്നെ എത്ര വരിക? 20/8, 23/8. അങ്ങനെ എഴുതി നോക്കി നിങ്ങൾക്ക് എവിടെയാണ് 8ന്റെ മൾട്ടിപ്പിൾസ് വരുന്നത് അവിടെ ഹോൾ നമ്പർ വരും. അങ്ങനെ കണക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റണത് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ടൈം അറിയാം. ഇങ്ങനെ ഫസ്റ്റ് ടൈം 11/8. ഡി എങ്ങനെ കണ്ടുപിടിക്കുക? 14/8 മൈനസ് 11/8 ദാറ്റ് ഈസ് 3/8. ഇനി ചിലർക്ക് ഇപ്പോഴും nth ടേം, ജനറൽ ടേം, ആൾജിബ്രയ്ക്ക് അറിയില്ല. xn is equal to എന്താ ഫോർമുല നമ്മുടെ? dn പ്ലസ് b. dn എത്രയാണ്? 14/8. സോറി 14 അല്ല, 3/8n പ്ലസ് b എന്ന് പറഞ്ഞാൽ f മൈനസ് d. f മൈനസ് d പറയുമ്പോൾ എത്ര വരിക? 11/8 മൈനസ് 3/8 ദാറ്റ് ഈസ് 3/8n പ്ലസ് 11/8 മൈനസ് 3/8 അപ്പൊ എത്ര വരിക? 8/8 ദാറ്റ് ഈസ് 3/8n പ്ലസ് 1. ഇതാണ് xn വരിക. ഇത് ജനറൽ ഫോം കണ്ടുപിടിക്കുക. xn is equal to 3/8n പ്ലസ് 1. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ nth ടൈം ഒരു ഹോൾ നമ്പർ ആയിട്ട് മാറണം. ഹോൾ നമ്പർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഹോൾ നമ്പർ ആവാനായിട്ട് n-ന് ഇവിടുത്തെ കേസില്
ഈ എന്നിന് ഈ ടേം ഒരു ഹോൾ നമ്പർ ആയിട്ട് മാറണമെങ്കിൽ എന്നിന് എത്ര വില കൊടുക്കണം? 1 കൊടുത്താൽ പറ്റുമോ? 3/8 × 1 പറ്റുമോ? പറ്റില്ല. 2 കൊടുത്താൽ 3/8 × 2 പറ്റില്ല. 3 പറ്റുമോ? 3/8 × 3 9/8 പറ്റില്ല. അപ്പൊ ഇവിടെ ഹോൾ നമ്പർ ആയിട്ട് മാറണം പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യകളായിട്ട് മാറണമെങ്കിൽ എന്നിന് എത്ര വരണം? 8 വരണം അല്ലെ? 8 വന്ന് നോക്കൂ. ദാറ്റ് ഈസ് x8 = 3/8 × 8 + 1. 8 8 ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് 3 + 1 = 4. ഇതാണ് ഈ സീക്വൻസിലെ ആദ്യത്തെ ഹോൾ നമ്പർ x8 എന്ന് പറഞ്ഞ അർത്ഥം 8ാമത്തെ ടേം ആണ് ആദ്യത്തെ ഹോൾ നമ്പർ ആയിട്ട് വരുന്നത്. 8ാമത്തെ ടേം ആണ് ആദ്യത്തെ ഹോൾ നമ്പർ. അതായത് 4. ആ ഹോൾ നമ്പർ ഏതാ? 4. ഇതെങ്ങനെ വരിക നോക്കി നോക്കൂ നിങ്ങള്. 17/8, 20/8, 23/8, 26/8, 29/8, 32/8. 32/8 എത്രയാ? 4. അതാണ്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ഹോൾ നമ്പർ. ദാറ്റ് ഈസ് 8th ടേം. അപ്പോ 8ാമത്തെ ടേം ആണ് ആദ്യത്തെ ഹോൾ നമ്പർ ആയിട്ട് വന്നത്. ക്ലിയർ? ഇനി എന്നിന് ഏത് നമ്പർ കൊടുത്താലാ അവിടെ ഹോൾ നമ്പർ വരിക? 9 പറ്റുമോ? പറ്റില്ല. 10, 11, 12, 13. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് നിങ്ങള്? നമ്പർ കൊടുത്തുക. 3/8 × 11 കൊടുത്തു +1. 33/8 + 1. ഇതൊരു ഹോൾ നമ്പർ ആവോ? ഇല്ല. 12, 13, 14, 15, 16. ഒന്നുമില്ല. 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം. 8ന്റെ മൾട്ടിപ്പിൾ വരണം അവിടെ. ദാറ്റ് ഈസ് x16 = 3/8 × 16 + 1. ദാറ്റ് ഈസ് 2. 6 + 1 = 7. What is the meaning? Here the 16th term is the next whole number. 7 വരിക. 7. 16th term ആണ് വരിക. 7. അപ്പൊ ആദ്യം നമുക്ക് എത്ര കിട്ടിയത്? 4 കിട്ടി, പിന്നെ 7 കിട്ടി. ഓക്കെ, ഇനി നോക്കാം. അടുത്ത് നോക്കാം. ഇനി എത്ര കൊടുക്കണം? 8 കൊടുത്തു, 16 കൊടുത്തു. ഇനി അടുത്ത ഏതാ തന്നെ? 16. കിട്ടാൻ ടെക്നിക്ക് മനസ്സിലായില്ലേ? 8ന്റെ മൾട്ടിപ്പിൾസ് കൊടുത്താൽ മതി. അപ്പൊ 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 24. അപ്പൊ നമുക്ക് നോക്കാം. x24 = 3/8 × 24 + 1. That is 3. 3 × 3 9. 9 + 1 = 10. കണ്ടോ? This is a way to find out the whole numbers arithmetic sequence. അപ്പൊ നമുക്ക് ഈ ഹോൾ നമ്പേഴ്സുകളൊക്കെ ഒന്ന് ഓർഡറിൽ എഴുതി നോക്കാം. 4, 7, 10, etc. ചോദ്യം ആയിരുന്നു, ഡു ദേ ഫോം ആൻ arithmetic sequence? ഇത് arithmetic sequence ആണോ? ചെക്ക് ചെയ്തപ്പോൾ എന്താണ്? d = x2 - x1. That is 7 - 4 = 3. Next 10 - 7 = 3. കണ്ടോ? So do they form an arithmetic sequence? Yes, they form an arithmetic sequence. അപ്പോ ആ തന്നിരിക്കുന്ന സീക്വൻസിലെ ഹോൾ നമ്പേഴ്സുകൾ കിട്ടുകയാണെങ്കിൽ അതൊരു arithmetic sequence ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. Clear? This is the way to find out the whole numbers in the given sequence. Got it? Okay. ഇനി 10ാമത്തെ ഒരു കണക്ക് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ദ സം. 1.5 + 2.5 + 3.5 etc. 12.5. നോക്കൂ, ഈ പ്ലസ് ഇട്ടുകൊണ്ട് എന്താ പ്രശ്നം? ഇപ്പോ ഈ സം കണ്ടുപിടിക്കാന്ന് പറയണേ. അതിലെ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് 1.5. ഡി തന്നിട്ടുണ്ട് 2.5 - 1.5. ദാറ്റ് ഈസ് 1. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ട് 12.5. ദാറ്റ് ഈസ് xn = 12.5. ഇത് നമുക്ക് ഫോർമുല അറിയില്ലേ? Sn = n/20f + xn. പക്ഷെ ഇതിൽ n അറിയില്ല, എത്ര ടൈംസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? n കണ്ടുപിടിക്കാൻ ഫോർമുല വിളിച്ചിട്ടുണ്ട്. xn - f/d + 1. നോക്കൂ, 12.5 - 1/1 + 1. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 12.5 - 1.5 11 പ്ലസ് 1. അപ്പൊ എത്ര വരിക? 12. അപ്പൊ എന്റെ 12 കിട്ടി. ഇനി നമുക്ക് S12 = കണ്ടുപിടിച്ചോടെ.
12 by 2 into that is f 1.5 plus 12.5 that is 6 into 13 അല്ലേ? അപ്പോ 84 സമയത്ത് വരിക 84. വളരെ സിമ്പിൾ ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 10ാം ക്ലാസ്സിലെത്തി, നമ്മളൊരു പ്രോബ്ലം കാണുമ്പോഴേക്കും എന്താ പറയാ, പേടിച്ചിട്ട് എനിക്ക് അയ്യോ ഇത് കിട്ടില്ല എന്നല്ല, നമ്മൾ അതിനെ ആ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ കണക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അത് പറ്റണവരാണ്. ഓക്കെ, അപ്പൊ ഇനിയുള്ള കണക്കുകളിൽ വരുമ്പോഴും ഇങ്ങനെ കണ്ട പേടിച്ചിരിക്കരുത്. അത് ട്രൈ ചെയ്യാം, കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ആ മൈൻഡിനെ മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ കണക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പൊ എന്നോട് കുറെ പേര് ഇങ്ങനെ സംശയം ചോദിച്ചു. കുറെ ആൾക്കാരോ അവര് വളരെ സൈലന്റ് നല്ല കുട്ടികളായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയണോ, അങ്ങനെ മിണ്ടാതിരിക്കുന്ന കുട്ടികളൊക്കെ കണക്ക് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ തളരെയല്ല വേണ്ടത്, അതിനെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടാവേണ്ടത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഈ പ്രതിസന്ധിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതിനുള്ളൊരു വഴി ഇപ്പം ഇങ്ങനെയുള്ളോ. അപ്പൊ അതിലെല്ലാവരും ഒപ്പം കൂടെ നിന്ന് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.